Hi, good morning. Good morning. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ആ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ലാസ്റ്റ് എക്സസൈസ് ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഫൈൻഡ് ദി range of each of the following functions. Question: find the range of each of the following functions. Each of the following functions. അപ്പം കുറെ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ റേഞ്ച് കാണാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: fx equal to 2 minus 3x. fx equal to 2 minus 3x, x element of R, and x is greater than 0. X is greater than 0. ഇതിന്റെ റേഞ്ച് x greater than 0 എന്ന് പറഞ്ഞാൽ x എടുക്കുന്ന വാല്യൂസിനെ നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡൊമൈൻ വരുന്നത് x greater than 0 ആണ്. റിയൽ ലൈനിൽ സീറോയുടെ റൈറ്റ് സൈഡിലേക്ക് ഉള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആണ് ഡൊമൈൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ റേഞ്ച്, അതായത് ഇമേജ് സെറ്റ് എന്താണെന്നാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ റിയൽ ലൈനിൽ 0 ആണെങ്കിൽ സീറോയുടെ റൈറ്റിലേക്ക് ഇങ്ങനെയാണ് എക്സ് വാല്യൂസ്. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, മീൻസ് 0 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സീറോയുടെ തൊട്ടടുത്ത് കിടക്കുന്ന റിയൽ ഫ്രാക്ഷൻ എത്ര ചെറിയ ഫ്രാക്ഷൻ ആണോ നെക്സ്റ്റ് അത് മുതൽ അങ്ങോട്ട് എല്ലാ വാല്യൂസും എക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എഫ് എക്സ് വാല്യൂസ് എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. എഫ് എക്സ് വാല്യൂസ് കിട്ടിയാലേ നമുക്ക് റേഞ്ച് പറയാൻ പറ്റും. എഫ് എക്സ് വാല്യൂസ് ഞാൻ പറഞ്ഞു, എഫ് എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഇസ് വൈ. ഇപ്പം ഇതിനിപ്പോൾ നമ്മൾ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ എക്സ് ആക്സിൽ വരുന്ന എക്സ് ആക്സിസിന്റെ ഏതൊക്കെ പോർഷനിൽ ഗ്രാഫ് ഉണ്ടോ അതാണ് ഡൊമൈൻ. വൈ ആക്സിസിന്റെ ഏതൊക്കെ പോർഷനിൽ ഗ്രാഫ് ഉണ്ടോ അതാണ് റേഞ്ച് ആയിട്ട് പറയാ. എഫ് എക്സ് എന്നും വൈ ആക്സിസ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന വൈ ആക്സിസിനെ നമ്മളെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി അതില് നോക്കുക, ഇവിടെ നിന്നാണ് എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സീറോയിൽ നിന്ന്. 0 എടുക്കുന്നില്ല, സീറോയുടെ തൊട്ട് നമ്പർ. അപ്പോ ഇനി എക്സിന് ഇവിടെ 0 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ x is 0, fx is 2. ഇത് 0 ആയിട്ട് 2 കിട്ടും. അപ്പോൾ x 0 എടുക്കാത്തത് കൊണ്ട് fx 2ഉം എടുക്കുന്നില്ല. 2 എന്ന നമ്പർ എവിടെയാണ് നിൽക്കുന്നതെങ്കിൽ 2 എടുക്കുന്നില്ല. 0 എടുക്കാത്തതുകൊണ്ട് 2 എടുക്കുന്നില്ല. അപ്പം ആ സൈഡ് ഓപ്പൺ ആയിരിക്കും ഇന്റർവെൽ. പിന്നെ ഇനി നമ്മളൊരു 1 സൗകര്യത്തിനാണ് കൊടുത്തു നോക്കുന്ന 1 ഒക്കെ. 0 കഴിഞ്ഞ് തൊട്ടടുത്തുള്ള എല്ലാ ഫ്രാക്ഷൻസും വരുന്നുണ്ട്. അപ്പൊ നോക്കൂ, 0 കഴിഞ്ഞ് നെക്സ്റ്റ് ഫ്രാക്ഷൻ കൊടുത്താൽ തന്നെ 2നേക്കാൾ ലെസ് ആയിരിക്കും. ഇനി എക്സ് പോസിറ്റീവ് വാല്യൂസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ എക്സിന് ഇവിടെ നമ്മൾ പോസിറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ ഈ നമ്പർ 2 എന്ന നമ്പർ ലെസ് ആയി കുറഞ്ഞു വരും. മീൻസ് ഇങ്ങനെയാണ് എഫ് എക്സ് വാല്യൂസ് വരിക. അപ്പോൾ 1 കൊടുത്താൽ -1 ഇങ്ങോട്ടുള്ള നമ്പറാണ്. 2 ആണെങ്കിൽ -2 -6 എന്ന് വരും, -4 ഇങ്ങനെ. അപ്പോൾ ഈ എക്സ് വാല്യൂസ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് എഫ് എക്സ് വാല്യൂസ് ഇങ്ങനെ 2വിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ 2 എടുക്കാതെ 2യുടെ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഇത് നോക്കിയിട്ട് റേഞ്ച് പറയാൻ പറ്റും. റേഞ്ച് ഇസ് ഈക്വൽ ടു ലെഫ്റ്റിലോട്ട് ഇങ്ങനെ പോവാം, മീൻസ് -∞, പിന്നെ 2. 2ന് തൊട്ട് ലെഫ്റ്റ് കിടക്കുന്ന ഫ്രാക്ഷൻ എടുക്കുന്നുണ്ട്, ബട്ട് 2 എടുക്കുന്നില്ല. അതുകൊണ്ട് 2വിൽ ഇത് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഇതാണ് റേഞ്ച് ഈ ഫംഗ്ഷന്റെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞ പറയൂ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷന്റെ റേഞ്ച് ചോദിച്ചു. മീൻസ് ഇമേജ് സെറ്റ് മീൻസ് y വാല്യൂസ് മീൻസ് ഫംഗ്ഷന്റെ വാല്യൂസ് fx വാല്യൂസ് അതാണ് നമുക്ക് കാണേണ്ടത്. fx വാല്യൂസിന്റെ സെറ്റ്. അപ്പോൾ ഇവിടെ fx 2 - 3x ആണ്. എക്സ് റിയൽ നമ്പർ ആണ്, എക്സ് പോസിറ്റീവ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് വാല്യൂസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ സീറോയുടെ റൈറ്റിലേക്കുള്ള വാല്യൂസ് ആണ് എക്സ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് സീറോയുടെ റൈറ്റിലേക്ക് എക്സ് വാല്യൂസ് എടുക്കുമ്പോൾ ഈ എഫ് എക്സിന് എന്താ സംഭവിക്കുന്നത്, എഫ് എക്സ് എങ്ങനെയാണ് വാല്യൂസ് വരുന്നതെന്ന് അറിയാൻ ആദ്യം നമ്മൾ ഈ സീറോ ഒന്ന് കൊടുത്തു നോക്കുക. സീറോയുടെ ഇവിടെ ഇത് ഓപ്പൺ ആണ്, സീറോ എടുക്കുന്നില്ല. ബട്ട് നമ്മൾ സീറോ കൊടുക്കുമ്പോൾ എഫ് എക്സ് ആ സ്വഭാവം ഇതിന്റെ അറിയാൻ വേണ്ടി. അപ്പോൾ എക്സിന് സീറോ കൊടുത്താൽ എഫ് എക്സ് നോക്കുക 2, ഇത് സീറോ ആയിട്ട് 2 എന്ന് കിട്ടും. എക്സ് സീറോ എടുക്കുന്നില്ല, അതുകൊണ്ട് എഫ് എക്സ് 2 എന്ന വാല്യൂ എടുക്കുന്നില്ല. ബട്ട് 2ന്റെ നെക്സ്റ്റ് കിടക്കുന്ന ഫ്രാക്ഷൻ, അതായത് സീറോയുടെ തൊട്ട് അടുത്ത ഏത് ഫ്രാക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല, ഏകദേശം നമുക്ക് 0.00001 എന്ന് പറയാം ഇവിടെ. അത് ഇവിടെ കൊടുത്താൽ ഈ നമ്പർ, അതായത് എഫ് എക്സ് 2നേക്കാൾ ലെസ് ആവും. അപ്പൊ 2നേക്കാൾ ലെസ് ആയ ഒരു ഫ്രാക്ഷൻ കിടക്കുന്നത് 2ന്റെ ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റിലോട്ടാണ് കുറഞ്ഞു വരുന്നത്, റൈറ്റിലോട്ട് പോകുമ്പോൾ കൂടി വരും. അപ്പോൾ എഫ് എക്സിന്റെ വാല്യൂ 2 ലെസ് ആയി. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു 1 കൊടുത്ത് നോക്കിയാൽ ഇത് 2 - 3 എന്നാവും, -1 ആവും. -1 ഒക്കെ 2ന്റെ കുറെ ലെഫ്റ്റിലോട്ടാണ്. അപ്പൊ അങ്ങനെ ഡൊമൈനിലെ വാല്യൂസ് ഇങ്ങനെ എക്സ് വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് എഫ് എക്സ് വാല്യൂസ് ലെഫ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി അപ്പൊ ഈ എൻഡ് 2 ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് ഈ എൻഡ് നമ്മൾ എഴുതുമ്പോൾ ഇന്റർവെല്ലായിട്ട് എഴുതുമ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് എഴുതും. ഇനി ഇങ്ങോട്ട് ഏത് വാല്യൂ വേണമെങ്കിലും സീറോയുടെ റൈറ്റിലേക്ക് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടെങ്കിൽ ഈ എഫ് എക്സിന്റെ വാല്യൂ 2 - 3 ഇൻറ്റു എ വെരി ലാർജ് നമ്പർ വരെ പോകുന്നുണ്ട് എഫ് എക്സ്. 2 - 3 ഇൻറ്റു എ വെരി ലാർജ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ, എ വെരി ലാർജ് നെഗറ്റീവ് നമ്പർ. അതാണ് നമ്മൾ -ഇൻഫിനിറ്റി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ -ഇൻഫിനിറ്റി വരെ വാല്യൂ പോകുന്നു. 2 മുതൽ 2 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. 2 ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഇവിടെ എക്സ് സീറോ എടുക്കാത്തത് കൊണ്ടാണ്. സോ ദാറ്റ് റേഞ്ച് ഈസ് ഓപ്പൺ ഇന്റർവൽ -ഇൻഫിനിറ്റി ടു. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണോ? ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. എഴുതിയല്ലോ അല്ലേ? അല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് റേഞ്ച് കാണേണ്ട നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2. fx equal to x square plus 2. X is a real number. X is a real number. അപ്പോൾ ഇവിടെ x ഏത് റിയൽ നമ്പർ എടുക്കുന്നുണ്ട്, അതായത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽസ് ആണ്. വാട്ട് ഇസ് ദി റേഞ്ച് ആണ് ക്വസ്റ്റ്യൻ. ഇമേജ് സെറ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇങ്ങനെ സെറ്റ് ഓഫ് റിയൽസ്, ഇതാണ് എക്സ് വാല്യൂസ് എല്ലാം വരുന്നു ആ റിയൽ ലൈനിൽ. അപ്പൊ ഇനി നമുക്ക് എഫ് എക്സ് എടുക്കുന്ന വാല്യൂസ് നോക്കാം. എഫ് എക്സ് വാല്യൂസ് അപ്പോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് എപ്പോഴും. എക്സ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഇത് ഇവിടെയാണ് സീറോ വരുന്നത്. സീറോയുടെ റൈറ്റിലേക്ക് എക്സ് പോസിറ്റീവ്, ലെഫ്റ്റിലോട്ട് നെഗറ്റീവ്. നമുക്ക് ഈ സീറോ എന്ന് കൊടുത്താൽ എക്സിന് സീറോ കൊടുത്താൽ എഫ് എക്സ് നോക്കുക. എഫ് എക്സ് ഈസ് 0 സ്ക്വയർ പ്ലസ് 2, ഇറ്റ് ഈസ് 2 ആയിരിക്കും. ഇനി സീറോയുടെ റൈറ്റിലേക്ക് മീൻസ് പോസിറ്റീവ് ഏത് വാല്യൂ കൊടുത്താലും, ഇതാണ് 2 എന്ന നമ്പർ എങ്കിൽ പോസിറ്റീവ് ഏത് വാല്യൂ കൊടുത്താലും ഇത് വരുന്നത് ദാറ്റ് പോസിറ്റീവ് വാല്യൂ സ്ക്വയർ പ്ലസ് 2, എക്സ് സ്ക്വയർ പ്ലസ് 2. ഇപ്പൊ നമ്മൾ സീറോയുടെ റൈറ്റിലേക്ക്
ഒരു ഫ്രാക്ഷൻ 0.00001 എക്സിന് കൊടുത്താൽ ദാറ്റ് നമ്പർ സ്ക്വയർ +2 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ എന്തായാലും അത് 2നേക്കാൾ ഗ്രേറ്റർ വാല്യൂ ആണ്. 2 + എ പോസിറ്റീവ് നമ്പർ ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഏത് വാല്യൂ ലെഫ്റ്റിലോട്ടും കൊടുത്താലും അതിനെ സ്ക്വയർ ചെയ്താൽ ഇത് പോസിറ്റീവായി. ഇത് എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പൊ 2നേക്കാൾ വലിയ ഒരു നമ്പർ ആയിട്ടാണ് എപ്പോഴും fx നിൽക്കുന്നത്. മീൻസ് 2 ഇൻക്ലൂഡ് ചെയ്യുന്നു, 2 എടുത്തു വാല്യൂ, പിന്നെ 2ന്റെ റൈറ്റിലേക്കാണ് പോകുന്നത് fx വാല്യൂസ്. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇമേജസ് ഒരു സെറ്റ് ഓഫ് fx വാല്യൂസ് ആണ്. ഇവിടെ നോക്കുക, 2 ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് റൈറ്റിലേക്ക്. സോ ഇറ്റ് ഈസ് സെമി ക്ലോസ്ഡ് ഇന്റർവൽ ടു ഇൻഫിനിറ്റി. ഇതാണ് റേഞ്ച് പറയുന്നത്. അപ്പോൾ ആ fx വാല്യൂസിന്റെ സ്വഭാവം നോക്കുകയാണ് നമ്മൾ, എങ്ങനെ പോകുന്നു ആ വാല്യൂസ് എന്ന്. ആ റിയൽ വാല്യൂസ് അതിന് ഇന്റർവൽ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ ഈ കേസിൽ ഇത് എപ്പോഴും പോസിറ്റീവ് ആണ്. ഈ fxന്റെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് x 0 ആകുമ്പോഴാണ്. x 0 ആകുമ്പോൾ അത് 2 ആണ്. ലീസ്റ്റ് വാല്യൂ 2 മീൻസ് 2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വാല്യൂസ് എല്ലാം പോകുന്നത് 2നേക്കാൾ ഗ്രേറ്റർ ആയിട്ടാണ് പോകുന്നത്, എല്ലാ റിയൽ നമ്പേഴ്സ്. സെമി ക്ലോസ്ഡ് ഇന്റർവൽ ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി പോർഷൻ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇറ്റ് ഈസ് നോട്ട് എ ഫിക്സഡ് നമ്പർ. ഇതൊരു ഫിക്സഡ് നമ്പർ അല്ല, ഒരു നൊട്ടേഷൻ. അതുകൊണ്ട് അവിടെ എപ്പോഴും ഓപ്പൺ ആയിട്ടാണ് നമ്മൾ എഴുതുക ഇന്റർവൽ. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. എഴുതി കഴിഞ്ഞോ? Next question. fx equal to x, x is a real number. Range കാണണ്ട. Next question ആണ് fx equal to x, x is a real number. അപ്പോൾ x ഏത് റിയൽ നമ്പർ എടുക്കാം. ഫംഗ്ഷൻ നോക്കാം. f of x equal to x, അതായത് f of the element equal to element. x എന്താണോ അത് തന്നെയാണ് fx ഉം എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാകുന്നത്. f of x is x, f of x is y, y is equal to x, x y ഉം സെയിം. അപ്പോൾ x എല്ലാ റിയൽ വാല്യൂസും എടുത്തു കഴിഞ്ഞാൽ ഈ കേസിൽ y ഉം എന്തെടുക്കും, എല്ലാ റിയൽ നമ്പേഴ്സും എടുക്കും. സോ ഹിയർ range y values, set of fx values, it is also a set of reals. Set of reals in interval ആയിട്ട് എഴുതിയാൽ ഓപ്പൺ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ഇന്റർവെൽ ആയിട്ട് എഴുതുന്ന സമയത്ത് അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലർക്കൊരു ടെൻഡൻസി എന്ന് വെച്ചാൽ ഇത് തിരിച്ചെഴുതും, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം നമ്മൾ ഇന്റർവെലിനെ പറയുന്നത് ആ റിയൽ ലൈൻ ആയിട്ടാണ്. അതിന്റെ റിയൽ ലൈനിന്റെ പീസ് എന്നാണ് ഇന്റർവെൽ. ഇതല്ലാത്ത ഇന്റർവെലിനെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് ഓരോ മെമ്പറിനും അതിൽ നിൽക്കുന്ന ഓരോന്നിനും ഒരു പൊസിഷൻ ഉണ്ട്. പൊസിഷൻ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ എൻസ് ഒന്നും തിരിഞ്ഞ് പോകാൻ പാടില്ല. രണ്ടെണ്ണം എഴുതിയില്ലേ? ഇത് ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ?
പറയൂ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, കഴിഞ്ഞല്ലോ അല്ലേ? ആ, നെക്സ്റ്റ് എഴുതിക്കോളൂ. The relation f is defined by fx equal to the relation f is defined by fx equal to x square if 0 less than or equal to x less than or equal to 3. X square 0 less than or equal to x less than or equal to 3. 3x 3 less than or equal to x less than or equal to 10. The relation G is defined by gx equal to x square 0 less than or equal to x less than or equal to 2, 3x equal to 3x, 2 less than or equal to x less than or equal to 10. Less than or equal to x less than or equal to 10. Show that f is a function. And g is not a function. ഇവിടെ എഫും ജിയും തന്നിട്ടുണ്ട്. എഫ് ഫംഗ്ഷൻ ആണ്, ജി ഫംഗ്ഷൻ അല്ലെന്ന് നമുക്ക് കാണിക്കണം, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എഫ് എക്സ് നോക്കുക. എക്സ് എടുക്കുന്ന വാല്യൂസ് 0 to 3 വരെ, 0 less than or x less than or 3 means x in between 0 and 3 including 0 and 3 values എടുക്കുകയാണെങ്കിൽ എഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ പിന്നെ പോളിനോമിയൽ ഫങ്ഷൻസ് ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഈ പോർഷനിൽ എഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പോർഷനിൽ 0 to 3 വരെ എക്സ് വാല്യൂസ് എടുക്കുമ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണ്. അതായത് 0 കഴിഞ്ഞിട്ടുള്ള ഏത് ഫ്രാക്ഷനും 3 വരെ ഡിഫറെന്റ് ഫ്രാക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ എക്സ് ഇതിന് കൊടുത്താൽ അതിന് സ്ക്വയർ ചെയ്താൽ കിട്ടുന്നതാണ് വൈ അല്ലെങ്കിൽ എഫ് എക്സ്. ഓരോ എലമെന്റിനും, ഇവിടെ കിടക്കുന്ന ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്ക്വയർ കിട്ടും. രണ്ട് എലമെന്റ്സിന്റെ സ്ക്വയർ സെയിം ആവില്ല. അതുപോലെ ഒരു എലമെന്റിന് രണ്ട് ഇമേജ് വരില്ല. ഇവിടെ ഒരു എക്സിന് രണ്ട് സ്ക്വയർ വരില്ലല്ലോ, ഓരോ എക്സിനും ഓരോ സ്ക്വയറേ വരുള്ളൂ. ഇനി താഴെ നോക്കുക, എഫ് എക്സ് 3x ആണ് 3 to 10 വരെ ഇൻക്ലൂഡിങ് 3 and 10. അതായത് element f of the element equal to 3 times the element fx equal to 3x. ഓരോ എലമെന്റിന്റെ, ഇവിടെ കിടക്കുന്ന ഓരോ എലമെന്റിന്റെ 3 times ഡിഫറെന്റ് ആണ്. each element has unique image എന്ന് നമുക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ ഫംഗ്ഷൻ നോക്കുമ്പോൾ ഡിഫറെന്റ് ആണ് വാല്യൂസ്. എക്സ് സ്ക്വയർ ആണെങ്കിലും ഡിഫറെന്റ് ആയിരിക്കും 3x. ഇനി എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് അറിയാൻ 3ൽ നോക്കണം. നോക്കൂ, എക്സ് 3 ആവുമ്പോൾ ഇവിടെ എഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. എക്സ് 3 ആവുമ്പോൾ തന്നെ ഇവിടെ എഫ് എക്സ് 3x ആണ്. അപ്പൊ ആ രണ്ട് വാല്യൂസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാണ് നമ്മള്. എക്സ് ഇസ് 3, എക്സ് 3 ആവുമ്പോൾ ഈ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഫസ്റ്റ് വാല്യൂ കൊടുക്കുക ഫംഗ്ഷന്റെ. അപ്പോൾ F3 എന്ത് വരും? 3 സ്ക്വയർ. എക്സിന് 3 കൊടുത്തതാണ് F3. That is 3 square 9. ഇനി x3 എന്ന വാല്യൂ ഇവിടെ എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് എവിടെ നോക്കുക, ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ എക്സിന് 3 നമ്മൾ ഈ സെക്കൻഡ് കേസിൽ കൊടുത്തു നോക്കുകയാണ്. അപ്പോ F3 എന്ന് പറഞ്ഞാല് അത് 3 into 3 ആണ്, 3x ആണ്. So 9. അപ്പോ 3 എന്ന എലമെന്റിന് ഒരു ഇമേജ് തന്നെ ഉള്ളൂ 9. ബാക്കി എല്ലാ പോർഷനിലും ഓരോ ഇമേജ് തന്നെ ഉള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ
സ്പ്ലിറ്റ് വരുന്ന ഈ കേസിൽ ഇവിടെയും ഒരു ഇമേജേ ഉള്ളൂ. സോ ദിസ് എഫ് ഈസ് എ ഫങ്ഷൻ. അപ്പോൾ നമുക്ക് പറയാം എഫ് ഈസ് എ ഫങ്ഷൻ ബിക്കോസ് each element has unique image. Each element has unique image. Clear ആയോ? Clear ആയില്ലെങ്കിൽ ചോദിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ത്രീയിൽ മാത്രം നമ്മൾ ചെക്ക് ചെയ്യാൻ കാരണം 3 വരുമ്പോൾ 3യില് ഫംഗ്ഷൻ 2 ഡിഫറെന്റ് വാല്യൂ ആണ്. 3യിൽ ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ. അതുകൊണ്ട് രണ്ട് സെയിം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ബാക്കി ഭാഗത്തൊന്നും അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു നമ്പറിന് ഒരു സ്ക്വയറേ കാണുള്ളൂ, യുണീക്ക് സ്ക്വയറേ കാണുള്ളൂ. ഒരു നമ്പറിന്റെ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ അത് യുണീക്ക് ആണ്. ഒരു നമ്പറിന് 3 ടൈംസ് 2 നമ്പർ വരില്ല. അതുകൊണ്ട് ഈ കേസിലും യുണീക്ക് ആണ്, ഇവിടെ യുണീക്ക് ആണ്. ഈ ചേഞ്ച് വരുന്ന 3യിൽ മാത്രം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അവിടെയും 3ക്ക് ഒരു ഇമേജേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ ഫങ്ഷൻ. ഓക്കെ അല്ലേ? കഴിഞ്ഞ പറയൂ. ഇനി നമുക്ക് ജി അതുപോലെ ചെക്ക് ചെയ്യണം. കഴിഞ്ഞോ? ഇനി ജിയുടെ കേസ് നോക്കാം. ജിയുടെ കേസ് അതേപോലെ തന്നെ എലമെന്റ് ജി ഓഫ് ദി എലമെന്റ് ഈസ് എലമെന്റ് സ്ക്വയർ. ഓരോ എലമെന്റിനും ഓരോ സ്ക്വയറേ ഉള്ളൂ. ഈ പോർഷൻ ഓക്കെ ആണ്. പിന്നെ സെക്കൻഡ് പോർഷൻ 2 to 10 വരെ വരുമ്പോൾ ജി എക്സ് ഇസ് 3x, 3 ടൈംസ് ദി എലമെന്റ് ആണ്. ഒരു എലമെന്റിന്റെ 3 ടൈംസ് ഇറ്റ് ഈസ് ഓൾസോ യുണീക്ക്, പ്രോബ്ലം ഇല്ല. പിന്നെ 2ലാണ് 2ല് 2 വാല്യൂ ആണ് വരുന്നത്. 2ല് ഇവിടെ ഒരു വാല്യൂ വരുന്നുണ്ട് ജിക്ക്, 2ല് x2 ആകുമ്പോൾ ഇവിടെ ഒരു വാല്യൂ വരുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം x is 2, g of 2 in first case, ഈ ഫസ്റ്റ് കേസിൽ g of 2 എന്താ നോക്കുക. It is equal to 2 square. gx is x square. So g of 2 is 2 square, 4. When x is 2, ഇനി സെക്കൻഡ് കേസിലേക്ക് വരികയാണ്. When x is 2, g of 2 equal to, ഇവിടെ പറയുന്നത് gx is 3x എന്നാണ് ഈ പോർഷനിൽ. അപ്പം g of 2 is 3 into 2. It is 6. ഇപ്പോ 2ന് 4 എന്ന ഒരു ഇമേജ് വന്നു. അഗെയിൻ 2ന് 6 എന്ന മറ്റൊരു ഇമേജ് വന്നു. അപ്പൊ 2ന്റെ ഇമേജ് ഇവിടെ യുണീക്ക് അല്ല. സോ ഇറ്റ് ഇസ് നോട്ട് എ ഫങ്ഷൻ. അപ്പോൾ ഇതിന്റെ ഈ ജിയുടെ പെയർ നമ്മൾ എഴുതുന്ന സമയത്ത് അതിൽ 2 ഓർഡേഡ് പെയർ കാണാം. ഒന്ന് 2 4ഉം ഒന്ന് 2 6. ഫസ്റ്റ് എലമെന്റ് ഇസ് റിപ്പീറ്റിംഗ്. സോ ഇറ്റ് ഇസ് നോട്ട് എ ഫങ്ഷൻ. ഇവിടെ ജി ഇസ് നോട്ട് എ ഫങ്ഷൻ because 2 has 2 images. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ പറയൂ.
കഴിഞ്ഞോ? Next, find the domain of the function. Question: find the domain of the function fx equal to x square plus 2x plus 1 by x square minus 8x plus 12. X square minus 8x plus 12. അപ്പോൾ ഇതിന്റെ ഡൊമെയിൻ ആണ് ക്വസ്റ്റ്യൻ. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് എടുക്കുന്ന വാല്യൂസ്. അപ്പോൾ ഇതൊരു ഫ്രാക്ഷൻ, അതായത് നോക്കുക, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഈ ഫോമിൽ വന്ന റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എക്സിന് എല്ലാ വാല്യൂ കൊടുത്താലും ഇത് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആവരുത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിനോമിനേറ്റർ 0 ആവുന്ന ഏതെങ്കിലും എക്സ് വാല്യൂ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് റിയൽസ് ഇന്നും മാറ്റണം, റിമൂവ് ചെയ്യണം. എന്താ റിമൂവ് ചെയ്യാതിരുന്നാൽ എക്സ് ആ വാല്യൂ എടുക്കും, ആ വാല്യൂ എടുക്കുമ്പോൾ ഈ ഡിനോമിനേറ്റർ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നോക്കുക, 0 ആവുന്ന വാല്യൂ ഏതൊക്കെയാണെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. ആ എക്സ് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. പിന്നെ ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. രണ്ട് നമ്പേഴ്സ് പ്രോഡക്റ്റ് 12ഉം സം മൈനസ് 8ഉം എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് നമുക്ക് അതിനെ ഫാക്ടറൈസ് ചെയ്യാം. x minus 2 is 0, x minus 6 is 0. So we get x equal to 2 and 6. അപ്പോൾ x 2ഉം 6ഉം ആവുമ്പോൾ 2 ആയാലും 6 ആയാലും ഈ ഡിനോമിനേറ്റർ 0 ആയിപ്പോകും. അപ്പോൾ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ്, ബാക്കി ഏത് വാല്യൂ എടുത്താലും പ്രോബ്ലം ഒന്നുമില്ല, ഈ രണ്ട് വാല്യൂവിനാണ് പ്രശ്നം. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് റിയൽ നമ്പേഴ്സ്, ഇതിന്റെ ഡൊമൈൻ ആയിട്ട് വരുന്ന സെറ്റ് ഓഫ് റിയൽസ് ആണല്ലോ. ആ റിയൽസിന്ന് ഇത് രണ്ടും മാറ്റി കൊടുത്താലേ അത് ഡൊമൈൻ ആവുള്ളൂ, ആ ഫംഗ്ഷന്റെ ഡൊമൈൻ ആയിട്ട് വരുള്ളൂ. ഇതിന് രണ്ടിനെ മാറ്റണം. സോ ഡൊമൈൻ ഈസ് r മൈനസ് സെറ്റ് 2 6. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ അർത്ഥം r എന്ന സെറ്റിൽ നിന്ന് ഈ രണ്ട് പോയിന്റ്സിനെ റിമൂവ് ചെയ്യുക എന്നാണ് മീനിങ്. r മൈനസ് സെറ്റ് 2 6. അപ്പോൾ സെറ്റ് ഓഫ് റിയൽസിൽ നിന്ന് രണ്ട് പോയിന്റ്സ് മാത്രം മാറ്റിയത്, ഇതാണ് ഡൊമൈൻ. ഡൗട്ടിനെ ചോദിക്കണം. ഫോൺ അൺമ്യൂട്ടായി കിടക്കുന്നത് നോക്കൂ. എഴുതി കഴിഞ്ഞോ? എഴുതിയോ നിങ്ങൾ? കഴിഞ്ഞില്ലേ? ഓക്കെ. ഇനി ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.